ഹലോ ഹലോ ഹലോ. അതെ 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 അതെ, സുലഭ വക്കീൽ തന്നെയാണ്. അയ്യോ, വൈകുന്നേരം കേസൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് എനിക്കൊരു കേസ് ഉണ്ട്. കേസ് പുള്ളി എനിക്കൊന്ന് പഠിപ്പിക്കണം. സംഭവം വേറെ ഒന്നുമല്ല, പുള്ളിക്കാരനൊരു അസുഖം. പെണ്ണുങ്ങളുള്ള വീട്ടിന്റെ ഫ്രണ്ടിലുള്ള പൈപ്പിന്റെ മൂട്ടിൽ ഒന്നുള്ള കുളി. 248 പെണ്ണുങ്ങളാണ് പുള്ളിക്കാരനെതിരെ കേസ് നിർണ്ണയിക്കുന്നത്. എന്തോന്ന് 2 കൂടെ കൂട്ടി 50 ആക്കി കൂട്ടിയിരുന്ന പറ്റത്തില്ല. അതവരെ അച്ഛനും അമ്മയാണ്. കുടുംബക്കാരങ്ങനെ കൊട്ടി കൊടുക്കുമോ പിള്ളേരാ? ഓ ശരിയെന്നാ, അവിടെ ഉണ്ട്. ഞാൻ ഒന്ന് കേസ് പഠിപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം. ഓ ശരിയെന്നാ. ബാബുമ്മ, നമ്മുടെ കോടതിയിലെ വരാൻ്റെ ഭാഗത്തുണ്ട് ഞാനേ. കരമടച്ച രസീത് വല്ലതും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ? അല്ല, മറ്റേ പെൺപിള്ളേരെല്ലാം കൂടെ കേസ് കൊടുത്തതേ, ഞാൻ മറ്റേ ജംഗ്ഷനിൽ പൈപ്പിൻ്റെ മൂട്ടി ഒന്ന് കുളിച്ചെന്നും പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തായിരുന്നു. ഓ ഓ ഓ ഓ എവിടെ ഇരിക്കുന്നത് ഇപ്പം? എന്തോന്നാ നെയ്യാറ്റിക്കര കോടതി ഇരിക്കണമെന്നാ? എന്തോന്ന് കേസ്? പെണ്ണുങ്ങളെ കുളിക്കട വേറെ കുളിച്ചെന്നാ? നമ്മളിത് എല്ലാവരും ഇങ്ങനെ എങ്ങനെ മാമാ? ഇത് ഒരാളെങ്കിലും വേണ്ട. ഇത് കരമടച്ച രസീതെങ്കിലും കൊണ്ടുവരാൻ ഒരാളെങ്കിലും വേണ്ട. ഓ ഞാൻ വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വെരി ബാഡ് മിസ്റ്റർ മകേഷ്, ഇതെന്തുവാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? എത്ര പേരാ തനിക്കെതിരെ പരാതി എന്ന് അറിയാമോ? 240 പെണ്ണുങ്ങളാ നിനക്കെതിരെ പരാതി. ഞാൻ വായിച്ചു തരാം. സിന്ധു രമണി ഗിരിജ വേണു രാഘവ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അതങ്ങ് സൂചിച്ചില്ലല്ലേ? ഇതിൽ പ്രധാന കേസ് കൊടുത്ത മഞ്ജുവിന്റെ ഭർത്താവാണ് രാഘവൻ. പുള്ളി അങ്ങ് ഗൾഫിലാണ്. അവിടെ നിന്ന് പരാതി ഫാക്സായിട്ട് അയച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ മഞ്ജുവിന്റെ പരാതി വേറെ ഒന്നുമല്ല, മാങ്ങാങ്കുടി എന്ന് പറയുന്ന അവിടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പൈപ്പും ചൂട്ടി നിന്ന് താങ്കൾ കുളിക്കുന്നു. ഇതാണ് പരാതി. ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം. അതായത് ഞാൻ ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുവിന്റെ വീട്ടിന്റെ പിറകോശത്തെ കിണറിന്റെ മൂട്ടിൽ നിന്ന് ഈ മഞ്ജു കുളിക്കുന്നത്. ഞാൻ മാറി പോസ്റ്റിന്റെ മുട്ടി പമ്മി നിന്നല്ലാതെ ആരടുത്ത് ഞാൻ ഒരു പരാതിയും പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ പരാതി പറയേണ്ട കാര്യമില്ല. നമ്മള് ദൈവം പാതി ഞാൻ പാതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. തന്റെ പേര് പറ, കറക്റ്റുള്ള പേര് പറ. കൊച്ചുണ്ണി. എന്ന അമ്മ വിളിക്കും ബാബു രാജ്. അച്ഛൻ വിളിക്കും SLC ബുക്കിൽ വേറെ പേര് മകേഷ് TP. എടോ, മൊത്തം 3 പേരില്ലേ? കറക്റ്റ് ആയിട്ടുള്ള പേര് പറ. ഞാൻ പറഞ്ഞ പേരെല്ലാം കറക്റ്റ് തന്നെ. നിങ്ങൾ എന്നെ എഴുതി തെറ്റിക്കായിരുന്നാ മതി. എന്താ തനിക്ക് ജോലി? എനിക്ക് ജോലി റബ്ബർ വെട്ട്. ഓ ടാപ്പിങ്. റബ്ബർ വെട്ടെന്ന്. ഓ ടാപ്പിങ്. റബ്ബർ വെട്ടെന്ന്. അത് തന്നെ ടാപ്പിങ് എന്ന് വെട്ടുന്ന എനിക്ക് അറിഞ്ഞൂടാത്തതാണ് നിങ്ങൾക്ക്. എനിക്ക് റബ്ബർ വെട്ടാണ് ജോലി ഇന്ന്. നിങ്ങൾക്ക് എന്താ ജോലി? അഡ്വക്കേറ്റ്. വക്കീല്. അത് തന്നെ അഡ്വക്കേറ്റ്. വക്കീല്. അത് തന്നെ അഡ്വക്കേറ്റ്. വക്കീല്. എടാ, എന്റെ പണി എനിക്കറിയാം, പിന്നെ താനത്തിന് എന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോ നൊന്താ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു അവസ്ഥ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി വരും. ആരാണ്? എന്റെ ഒരു മുതലാളി റബ്ബർ വെട്ടിൽ ഞാൻ വെട്ടുന്ന റബ്ബറിന്റെ മുതലാളി വിളിച്ചിട്ടുണ്ട്. ഹലോ എടി പറയടി. ഓ കേക്കാൻ വേണ്ടി നിന്ന് മുതലാളി തോ വരുന്നു. പിന്നെ ഈ നമ്മളാ മകേഷ് ഇല്ലേ, മകേഷ്, അവന് ചെറിയ ഒരു കേസും വഴക്കൊക്കെ ഉണ്ട്. അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നേ. ഇതിന്റെ നെല്ലും പതിരും പറക്കിയിട്ടേ ഞാൻ വരും. എന്തോന്ന് നെല്ലുകൊണ്ടോന്ന് മില്ലി കൊണ്ടുപോകണമെന്നാ? വെച്ചിട്ട് വേണം എനിക്ക് എന്റെ ചെറുകനെ രക്ഷപ്പെടുത്താനുള്ളത്. ഹലോ മാഡം, ദേവിച്ചൻ വണ്ടിപ്പെരിയാർ അവന്റെ മുതലാളി. താനാണോ ഈയുടെ മുതലാളി? ഇവിടെ തന്നെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു. താൻ എന്ത് നോയ്സൻസ് ആയി കാണിച്ചു വെച്ചിരിക്കുന്നത്? കന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് പോലെ താൻ കളിക്കവിളയുന്ന ഒരാളെ റബ്ബർ വെട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവൻ ചെയ്യുന്നതോ റബ്ബർ വെട്ടുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് അവിടെ നിന്ന് പൈപ്പിൽ കുളി. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. നിങ്ങളെ കണ്ടപ്പോഴാണ് ഇളവിയത്. ഈയുടെ കുളിയെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? എനിക്ക് അവന്റെ കുളിയെ കുറിച്ച് പറയാനൊന്നുമില്ല. ഞാൻ കുളിക്കും. ഞായറാഴ്ച ഒരു ദിവസം നല്ല പച്ച സോപ്പ് തേച്ച് നല്ല രീതിയിൽ കുളിക്കും ഞാൻ. അതാണോ ഞാൻ ചോദിച്ചത്? പിന്നെന്തോന്ന്? താങ്കളുടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിസ്സാര കേസല്ല. IPC 338, 339, 340. ദിസ് ഈസ് എ റൂറൽ കേസ്. Public nuisance. The public nuisance agriculture. The flavin of I the stadium. I the for everything in the sinda day. മലയാളി, നിങ്ങൾ ഇത് എന്തോ പരിപാടി കാണിച്ചത്? നിങ്ങൾ എന്തോ ഈ ഇംഗ്ലീഷ് എല്ലാം കൂടെ മലയാളിയുടെ നെഞ്ചിക്ക് എന്ന് പറഞ്ഞു കൊടുത്തത്? ഞാൻ ഒരു ദിവസം റബ്ബർ വെട്ടിക്കൊണ്ടപ്പോൾ മലയാളി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് തല കറങ്ങി വീണിട്ട് 7 എന്നാണ് എണീച്ചറിയാം. ഈ മനുഷ്യന്റെ മുമ്പിൽ എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? മലയാളി എഴുതേക്ക് മലയാളി. അടുത്ത ആഴ്ച ഒരു ഉളപ്പാസിന്റെ ഓപ്പറേഷൻ ഉള്ളത്. ഉളപ്പാസാ? മറ്റേ നെഞ്ചിൽ കൊച്ചു സ്പീക്കറൊക്കെ വെച്ചിട്ട് ബൈപ്പാസ്. അത് തന്നെ. മദ്യപിച്ചിട്ടോ? നല്ല മണം ഉണ്ടല്ലോ. ചെറുതായിട്ട്. ഇതൊരു സർക്കാർ സ്ഥലമല്ലേ? നിയമപാലകരും പോലീസുള്ള സ്ഥലമാണ്. ഇവിടെ മദ്യപിച്ചോണ്ട് വരരുത്. ഒരിക്കലും ചെറുപ്പക്കാർ മദ്യപിക്കാൻ പാടില്ല. ആ മദ്യപിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുക്കൂ, അതിന്റെ ലാഭങ്ങൾ നമുക്ക് കിട്ടും. അതാണ്. അല്ല, അത് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇതിട്ട് അടിക്കോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കണം. അതേസമയം അതുകൊടുത്ത് ഒരു പൈൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. അടിക്കോന്ന് ഉറപ്പല്ലേ? ഞാനല്ലേ എടുക്കുന്ന. ഞാൻ ഇത് നമുക്ക് അങ്ങനെ ഉണ്ട്. ഈ റബ്ബർ വെട്ടല്ലാതെ എനിക്ക് വേറെ വല്ല ജോലി കിട്ടോ? റബ്ബർ വെട്ടല്ലാതെ വേറെ ജോലി അങ്ങനെ വേറെ ജോലിയൊന്നും ഇല്ല. ഇല്ലേ? ജോലി ഇലക്ട്രിക്
ഇലക്ട്രിക് വർക്ക് എന്തുകൊണ്ടോ ഇലക്ട്രിക് വർക്ക് ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. ഓ. അത് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അത് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ പറയുകയാണെങ്കിൽ കോടതിക്കകത്ത് ഒരു ചമ്മാൻ പറ്റൂല. ഇല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ നിങ്ങൾ തത്ത പറയുന്നത് പോലെ പറയണം. ഛെ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പറയണ്ടേ? എവര് തത്ത പറയുന്ന പോലെ പറയാൻ പറ്റൂലെന്ന്. എന്റെ മോൻ തത്ത പറയുന്ന പോലെ പറയും, പൂച്ച പറയുന്ന പോലെയും പറയും. പറയാൻ കൊണ്ടുവരുന്ന നല്ല മിമിക്രിയാണ് പോയി. ഇതാരെന്ന് പറഞ്ഞേ? മുതലാളിന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. അത്ര വലിയ മുതലാളിയൊന്നും അല്ല. പുള്ളിക്ക് വിദ്യാഭ്യാസം കുറവാണല്ലേ? ഒട്ടും ഇല്ലല്ലേ? എടോ, വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുമ്പോ താനെന്തിനാ എന്ന് കാണിക്കുന്നേ? ഇത് എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇല്ലെന്നെങ്കിലും പറയാൻ ഒന്നുമില്ലെന്ന്. എടോ, അതെ, ഞാൻ സ്കൂട്ടറിൽ മുതലാളിയായിട്ട് വരുന്ന വഴിക്ക് ഈ സ്കൂളിന്റെ വഴിയാണ് വരുന്നത്. ആ സ്കൂൾ കണ്ടോണ്ട് പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ? ഇത്രയും കൊച്ചുങ്ങളുള്ള ഈ വീട് ഏത് ഏതെന്ന് അച്ഛനും അമ്മയും ഒന്ന് കാണണമെന്ന്. അങ്ങനെയുള്ള മനുഷ്യന്റെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നത്?